Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ യു വുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് നമ്മൾ കേരള സെറ്റിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ഡീറ്റെയിൽ വീഡിയോസ് ഇട്ട് വരികയായിരുന്നു ആൻഡ് ദാറ്റ് പ്ലേലിസ്റ്റ് ഇസ് കംപ്ലീറ്റഡ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള PYQ ഡിസ്കഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വീഡിയോ നമ്പർ 4 ആൻഡ് വിൽ ബി ഡിസ്കസിങ് ഓൾമോസ്റ്റ് 30 questions today. So let's go into the video. The philosophy which describes the metaphysical views that associate reality of ideas in the mind rather than to material objects. അതായത് മൈൻഡിന്റെ ഐഡിയാസിനെ റിയാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയും സാധാരണ മെറ്റീരിയൽ ഒബ്ജക്ട്സ് അല്ല റിയാലിറ്റി എന്ന് പറയുകയും ചെയ്യുന്ന ഫിലോസഫി ഇതിൽ ഏതാണെന്നുള്ളതാണ്. സോ ദി ആൻസർ ഇസ് idealism. Idealism holds that reality is mentally constructed and emphasizes the importance of ideas over material objects. Next question, the concept of emotional intelligence was popularized by, നമ്മളിത് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. ഇമോഷണൽ ഇന്റലിജൻസ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ഡാനിയൽ ഗോൾമൻ. 1995 അദ്ദേഹത്തിന്റെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൽ ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട് പോപ്പുലറൈസേഷൻ നടത്തിയത്. ഈവൻ ദോ ഡാനിയൽ ഗോൾമൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള വാക്ക് പോപ്പുലറൈസ് ചെയ്തതെങ്കിലും അത് കോയിൻ ചെയ്തത് മറ്റു രണ്ട് പേരാണ്. സോ ജസ്റ്റ് ടു ചെക്ക് വെദർ ഹൗ ഫാർ യു ഹാവ് കം, കൈൻഡ്ലി കമന്റ് ബിലോ ആരാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? എൻഹാൻസസ് ഹയർ ഓർഡർ തിങ്കിങ്, ഫെസിലിറ്റേറ്റ്സ് ഗ്രൂപ്പ് ലേണിംഗ്, ഈസി ടു പ്ലാൻ ലെസൺസ്, പ്രൊമോട്ട്സ് ഡിസ്കവറി. സോ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് എൻഹാൻസസ് ഹയർ ഓർഡർ തിങ്കിങ് ആണ്. കാരണം ദിസ് മോഡൽ എൻകറേജസ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ബൈ ഹെൽപ്പിംഗ് ലേണേഴ്സ് ഐഡന്റിഫൈ കോൺസെപ്റ്റ്സ് ത്രൂ എക്സാമ്പിൾസ്. ടീച്ചർ ചില എക്സാമ്പിൾസ് ആണ് കൊടുക്കുന്നത്, അതിൽ നിന്നും കുട്ടികൾ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല്. അതിനോടൊപ്പം കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല് ആരാണ് മുമ്പോട്ട് വെച്ചത് എന്നുള്ളതും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യാം. Next one, the practice of members of a society starts deviating from the values we follow is dash. നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വാല്യൂസിനെ നമ്മുടെ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ എന്തായിട്ടാണ് പറയുന്നത്? വാല്യൂ ഡിറ്റീരിയറേഷൻ ആണോ, വാല്യൂ എഡ്യൂക്കേഷൻ ആണോ, വാല്യൂ ക്രൈസിസ് ആണോ, വാല്യൂ ഓറിയന്റേഷൻ ആണോ? ദ ആൻസർ ഇസ് വാല്യൂ ക്രൈസിസ്. അതായത് വാല്യൂ ക്രൈസിസ് ഒക്കേഴ്സ് വെൻ സൊസൈറ്റൽ മെമ്പേഴ്സ് നോ ലോങ്ങർ അഡ്ഹെയർ ടു ഷെയർഡ് കോർ വാല്യൂസ്. നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രഡീഷണൽ നോംസിനെ ഫോളോ ചെയ്യാതെ സൊസൈറ്റിയിലെ എല്ലാവരും ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനെ നമ്മൾ വാല്യൂ ക്രൈസിസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. ഇതിൽ നമ്മുടെ ചില തിയറീസ് തന്നിട്ടുണ്ട്, അതിന്റെ പ്രൊപ്പോണൻസ് തന്നിട്ടുണ്ട്, നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. സോ കണ്ടീഷനിങ് തിയറി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവാൻ പാവ്ലോവ് ആണ്. അപ്പം A3 വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ തന്നെ 2 കട്ടായി പോയി. നെക്സ്റ്റ്, ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നെയാണ് പറഞ്ഞത്. അപ്പൊ B4 അതുകൊണ്ട് ഇവിടെ. Now, insight learning gestalt psychology ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ C1 and self actualization കാൾ റോജേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. So the answer is C. Next one, school of psychology which contributed to the teaching learning strategy reciprocal teaching. Reciprocal teaching എന്നുള്ള കോൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചത് ഈ പറയുന്നതിൽ ഏത് സ്കൂൾ ഓഫ് സൈക്കോളജി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം ആണ് ലേണർ സെന്റേർഡ് ഡയലോഗ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. 2 സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗിലൂടെ, 2 കൂടുതലോ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗിലൂടെ ഐഡിയാസ് കൺവേ ചെയ്യുകയും ലേൺ ചെയ്യുകയും ചെയ്യുകയാണ്. സോ കൺസ്ട്രക്റ്റിവിസം ആണ് ഈ പർട്ടിക്കുലർ സ്ട്രാറ്റജി മുമ്പോട്ട് വെച്ചത്. Next, the LAD, Learning Language Acquisition Device Theory was put forward by, ഞാനിത് ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ സീരീസിൽ. ഇത് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ മനുഷ്യരിലും ഇന്നേറ്റ് ആയിട്ട് ലാംഗ്വേജിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ട് എന്നാണ് ഒരു പെർട്ടിക്കുലർ ലിംഗ്വിസ്റ്റീഷ്യൻ എന്താണ് സജസ്റ്റ് ചെയ്തത്. അദ്ദേഹം ആരാണെന്നാണ് ചോദിച്ചത്. സോ ദാറ്റ് ഇസ് നൺ അതർ ദാൻ നോം ചോംസ്കി. നോം ചോംസ്കി ആണ് LAD പ്രപ്പോസ് ചെയ്തത്, വിച്ച് ഇസ് ആൻ ഇന്നേറ്റ് മെക്കാനിസം ഇൻ ഹ്യൂമൻസ് ടു അക്വയർ ലാംഗ്വേജ്. നമ്മുടെ അകത്തൊരു ഡിവൈസ് ഉണ്ട്. നമ്മൾ കൊച്ചിലെ ഏത് പാർട്ട് ഓഫ് ദി
വേൾഡ് ആണെങ്കിലും അവിടുത്തെ ലാംഗ്വേജിനെ ക്യാപ്ചർ ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ ആള് നോം ചോംസ്കിയാണ്. അടുത്തത് പാരന്റിങ് സ്റ്റൈൽസ് ഓർ പാരന്റ്സ് വർക്ക് ടുഗെദർ ഇൻ സെറ്റിംഗ് ബൗണ്ടറീസ് ആൻഡ് റൂൾസ്. രണ്ട് പാരന്റ്സും they will both work together in setting boundaries, then that is called as democratic parenting. Democratic parenting involves mutual respect and shared decision between parents and children. രണ്ട് പാരന്റ്സ് തമ്മിലായാലും കുട്ടികൾ തമ്മിലായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റും അവരുടെ ഡിസിഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂവും കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഡെമോക്രാറ്റിക് പാരന്റിങ്. ദ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഓഫ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഈ പണ്ട് ഇത് MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാട്ട് ഇസ് ഇറ്റ് കറന്റ്ലി കോൾഡ് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സോ MHRD ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ, സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മുമ്പോട്ട് വെച്ച ആശയം ഏതാണ്? RTE, RUSA, SSA, RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനാണ് അവർ മുമ്പോട്ട് വെച്ചത്, RMSA. സോ ദാറ്റ് വാസ് ലോഞ്ച് ടു എൻഹാൻസ് ആക്സസ് ആൻഡ് ക്വാളിറ്റി. സോ RMSA ഏത് വർഷമാണ് മുമ്പോട്ട് വെച്ചതെന്ന് താഴെ കമന്റ് ചെയ്യുക. Next one, teaching method which aims at the help of challenging and actively struggling against any form of social oppression and the related customs and beliefs. അപ്പം ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇതുവരെ 3 PYQ ഡിസ്കസ് ചെയ്ത എല്ലാത്തിനകത്തും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുമാണ്. സോഷ്യൽ ഒപ്രഷൻ എഗൻസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ കസ്റ്റംസ് ആൻഡ് ബിലീവ്സിനെ ചോദ്യം ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ ഫോംസ് ഓഫ് ഇങ്ങനെയുള്ള രീതികളെല്ലാം കൂടെ ചേർന്നുണ്ടാവുന്ന ഒരു ഫിലോസഫീനെ നമ്മൾ ക്രിട്ടിക്കൽ പെഡഗോഗി എന്നാണ് പറയുന്നത്. ക്രിട്ടിക്കൽ പെഡഗോഗി പോപ്പുലറൈസ് ചെയ്തത് പോൾ ഫ്രയർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് കോയിൻ ചെയ്തത് ഹെൻറി ഗ്യൂറിക്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. സോ ക്രിട്ടിക്കൽ പെഡഗോഗി നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 ഈ അടുത്തിടെ വന്ന 2022 KCF നമ്മൾ ഫോളോ ചെയ്യുന്ന ഫിലോസഫി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ പെഡഗോഗി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റിന് നോക്കേ വേണ്ട. എന്തായാലും 2 ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും ഉണ്ടാവും. Next one, transductive reasoning. Transductive reasoning emerges in which of the following stages of Piaget's theory? See, transductive reasoning എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും പലപ്പോഴും നമ്മൾ പോകുന്നത് ഒരു ജനറൽ കൺക്ലൂഷനിലേക്കാണ് അല്ലെ. പലപ്പോഴും പക്ഷേ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങിൽ ഇപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ പിന്നെയും സ്പെസിഫിക് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പം അതിനെയാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. നമ്മൾ ജനറലൈസ് ചെയ്യുന്നില്ല, പകരം ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലും ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മളങ്ങ് ധരിക്കുകയാണ്. അല്ലാതെ പൊതുവെ ഒരു ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ളൊരു സിറ്റുവേഷനിലാണ് ഇതിങ്ങനെ വരാൻ സാധ്യത എന്ന് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. സോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് നമുക്ക് കുട്ടികളിൽ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് കാണാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ റീസണിങ് ഫ്രം സ്പെസിഫിക് ടു സ്പെസിഫിക്. ഈ ഒരു ചോദ്യവും ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് സ്പെസിഫിക് ടു ജനറൽ ആണോ, സ്പെസിഫിക് ടു സ്പെസിഫിക് ആണോ എന്നൊക്കെ. സോ ആൻസർ ഇസ് സ്പെസിഫിക് ടു സ്പെസിഫിക്. അതായത് വളരെ അൺറിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇവന്റ്സ് ആയിരിക്കും. ആ ഇവന്റ്സിൽ കുട്ടി ഒരു ഇവന്റിൽ കാണുന്ന ഫീച്ചേഴ്സ് എല്ലാം മറ്റേ ഇവന്റിലും പോസിബിൾ ആണെന്ന് ധരിക്കുന്നതിനാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. Next one, the degree to which a test's results are obtained, the same by scoring by different scorers without influences of their biases or beliefs is called. ഇതും ഞാൻ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് ടെസ്റ്റ് റിസൾട്ട് സെയിം ആയിട്ട് പിന്നെയും ഒബ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ then that is called as objectivity. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു MCQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അവിടെ ഒരാളുടെ ബിലീഫോ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരികയാണ്, ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താകും, വാട്ടർ, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ പ്ലാസ്മ എന്നൊക്കെ ആൻസർ തരികയാണെങ്കിൽ ഇപ്പൊ എന്റെ ബിലീഫ് എന്താണെങ്കിലും, ഇപ്പൊ ഞാൻ ബിലീവ് ചെയ്യുന്ന ഫിലോസഫി എന്തായാലും അതിന്റെ ആൻസർ സെയിം ആയിരിക്കും, വാട്ടർ തന്നെ ആയിരിക്കും. അത് കറക്റ്റ് ആൻസർ അത് തന്നെ ആയിരിക്കും. ഇനിയിപ്പോ വേറെ ബിലീഫ് ഉള്ള ഒരാൾ വന്ന ആ പെർട്ടിക്കുലർ ആൻസർ
അഗെയിൻ മീൻസ് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താലും then also the answer will be water. അവിടെ നമുക്ക് ഒരു ചേഞ്ച് ഇൻ ആൻസർ വിത്ത് ദ ബിലീഫ് ഓഫ് ദ പേഴ്സൺ കാണാൻ സാധിക്കില്ല. then that is called as objectivity. അതേസമയം ടെസ്റ്റ് റിസൾട്ട്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സെയിം ആണ്, ബട്ട് ദർ ഇൻഫ്ലുവൻസ് ഓഫ് ബയസ് ആൻഡ് ബിലീഫ് വരുന്നുണ്ടെങ്കിൽ then that is called as reliability. and validity ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണോ ഒരു ടെസ്റ്റ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മെഷർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചെക്കിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. Next one, a system of evaluation that allows educators to convert the outcome of learners test, project or assignment and adjust the final grade in relation to grade with others. കൂടെയുള്ള ലേണേഴ്സിന്റെ എന്താണ് പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ ആരെയാണോ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സ്കോറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താ വിളിക്കുന്നത്? അബ്സല്യൂട്ട്, ക്രൈറ്റീരിയൻ റെഫറൻസ്, നോം ബേസ്ഡ്, റിലേറ്റീവ്. സോ ദി ആൻസർ ഇസ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ഇവിടെ നമ്മൾ ബാക്കിയുള്ളവരുടെ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഗ്രേഡിംഗ് കൊണ്ടുവരുന്നത്. നോം ബേസ്ഡ് ടെസ്റ്റുകളാണുള്ളത്, അല്ലാതെ ഗ്രേഡിംഗ് ഇല്ലാത്ത നോം ബേസ്ഡ്നെസ് വരുന്നില്ല. അവിടെ റിലേറ്റീവ് ഗ്രേഡിംഗ് തന്നെയാണ് വരുന്നത്. നോം ബേസ്ഡ് ടെസ്റ്റ് ഇസ് വെയർ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന റാങ്ക് ഇസ് ബേസ്ഡ് ഓൺ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ്. Next one, the process of teaching which involves one or more students teaching other students in a belief that to teach is to learn twice. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് ഈ താഴെ പറയുന്നതിൽ ഏത് ലേണിംഗിലാണ്? മെന്ററിങ്, ഫെസിലിറ്റേറ്റഡ് ലേണിംഗ്, പിയർ ടീച്ചിങ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ആൻസർ ഇസ് പിയർ ടീച്ചിങ്. നമ്മൾ നമ്മുടെ തന്നെ കൂട്ടുകാരെ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. സോ ദാറ്റ് വി ഹാവ് ദ ബിലീഫ് ദാറ്റ് നമ്മളിത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. Next one, pedagogic device that bridge the gap between what learners already know and what learners need to know. Okay, അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളും അവർക്ക് ഇനി അറിഞ്ഞൂടാത്ത കാര്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നതിന് നമ്മൾ ഈ താഴെ പറയുന്ന ഏത് പ്രാക്ടീസ് ആണ് യൂസ് ചെയ്യുന്നത്? ലിങ്ക് പ്രാക്ടീസ് ആണോ, അപ്പർസെപ്ഷൻ ആണോ, യൂണിഫൈയിങ് ടീംസ് ആണോ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ ആണോ? ലിങ്ക് പ്രാക്ടീസ് നമ്മൾ മൈക്രോ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതല്ല, സ്റ്റുഡൻറ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പർസെപ്ഷൻ ടെസ്റ്റും നമ്മൾ പഠിച്ചാണ്, ടാറ്റ്, CAT ഒക്കെ. അവിടെ നമ്മൾ അകത്തുള്ള കാര്യങ്ങൾ, അതായത് കുട്ടിയുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റിയുടെ ട്രേറ്റ്സിനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. സോ ദ ആൻസർ ഇസ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ മുമ്പോട്ട് വെച്ച വ്യക്തിയുടെ പേരെന്താണെന്ന് കമന്റ് ചെയ്യുക. സോ അഡ്വാൻസ്ഡ് ഓർഗനൈസർ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബിഫോർ ലേണിംഗ് ടു ലിങ്ക് പ്രയർ നോളജ് വിത്ത് ന്യൂ കോൺസെപ്റ്റ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യവും പുതിയ കോൺസെപ്റ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റിൽ കൊണ്ടുവന്നൊരു മോഡലാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ. Next one, learning takes place through the relationship between people and connecting prior knowledge with authentic, informal and uninterrupted contextual learning is dash learning. അതായത് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഓൾറെഡി അറിയാവുന്ന കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞുറപ്പിക്കുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ലേണിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് എ സിറ്റുവേറ്റഡ് ലേണിംഗ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയും ഇപ്പം കണക്റ്റിംഗ് പ്രയർ നോളജ്, അത് നമ്മൾ ഇൻഫോർമലി ലേൺ ചെയ്ത നോളജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു നോളജ് ആയിരിക്കാം. അതിനെ നമ്മൾ ലേണിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ദെൻ ഇറ്റ് ഇസ് കോൾഡ് എ സിറ്റുവേറ്റഡ് ലേണിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുവാണ് ആസ് സ്റ്റുഡൻറ് ടീച്ചേഴ്സ്, ആൻഡ് ദെൻ വി അണ്ടർഗോ സ്റ്റുഡൻറ് ടീച്ചിങ് അല്ലെ. ആസ് സ്റ്റുഡൻറ് ടീച്ചേഴ്സ് വി ടേക്ക് ഫോർവേഡ് ടീച്ചിങ്. ഈ ടീച്ചിങ്ങിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടീച്ചിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആൻഡ് ദെൻ വി കം ബാക്ക് ഫോർ സർട്ടൺ എക്സാംസ് ഇൻ ദ BEd കോഴ്സ് അല്ലെ. എന്നിട്ട് അതിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ വി നോ വാട്ട് ഇറ്റ് ഇസ് meant to be. നമ്മൾ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് സമയത്ത് ചെയ്ത കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സാംസിനൊക്കെ അറ്റൻഡ് ചെയ്യുക. സോ ദെൻ യു ആർ ആക്ച്വലി അപ്ലൈയിങ് ദെയർ യുവർ സിറ്റുവേറ്റഡ് ലേണിംഗ്, വേർ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ലേണിംഗ്.
Next, a learner having difficulty in converting the sound of language into written form. നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് അത് എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ്, ഡിഫിക്കൽട്ടി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡിസ്ഗ്രാഫിയ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് അഫക്ട്സ് ദ റൈറ്റിംഗ് സ്കിൽസ് എസ്പെഷ്യലി ഇൻ കൺവേർട്ടിംഗ് സൗണ്ട്സ് ഇൻ ടു ലെറ്റേഴ്സ് ഓർ വേർഡ്സ്. അവർക്ക് എഴുതാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. A standardized test developed to measure the skill and knowledge of a learner. ഒരാളുടെ സ്കില്ലും നോളേജും നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി അച്ചീവ്മെന്റ് ടെസ്റ്റ്. നമ്മളെല്ലാവരും BEdന് ചെയ്യുന്ന ഒരു വർക്കാണ്. സോ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇസ് മെഷറിംഗ് ഹൗ മച്ച് ലേർണർ ഹാസ് അണ്ടർസ്റ്റുഡ് ഫ്രം ദി ഇൻസ്ട്രക്ഷൻ ഓർ കോഴ്സ് വർക്ക്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഐഡന്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും 1-2 ചോദ്യം ഉണ്ടാവാറുണ്ട്. സോ ഈ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ? സിമ്പിൾ ആണ്. നമ്മൾ സെൻഡറിൽ നിന്നും മെസ്സേജ് എൻകോഡ് ചെയ്ത് ചാനൽ വഴി റിസീവറിലേക്ക് എത്തുന്നു, റിസീവർ അത് ഡീകോഡ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ദർ ഇസ് എ ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ യൂണിറ്റ് ഓഫ് മെമ്മറീസ്. ഇത് ICT എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം, നമ്മൾ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് കിലോബൈറ്റ് ആണ്. ദെൻ ഇറ്റ് ബിക്കംസ് മെഗാബൈറ്റ്. മെഗാബൈറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു ജിഗാബൈറ്റ്, ആൻഡ് ജിഗാബൈറ്റിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ടെറാബൈറ്റ് ആവുന്നത്. ഇവിടെ ഓരോ ബൈറ്റിനും ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ട്. 1024 എന്ന നമ്പർ ആണത്. സോ 1024 കിലോബൈറ്റ് ചേരുമ്പോഴാണ് ഒരു മെഗാബൈറ്റ് ആവുന്നത്. അതുപോലെ 1024 മെഗാബൈറ്റ് ചേരുമ്പോഴാണ് ഒരു ജിഗാബൈറ്റ് ആവുന്നത്. അതുപോലെ 1024 ജിഗാബൈറ്റ് ചേരുമ്പോഴാണ് ഒരു ടെറാബൈറ്റ് ആവുന്നത്. ഇതിന്റെ ചില കൺവേർഷൻ ക്വസ്റ്റ്യൻസും അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ഇപ്പൊ ഈ 1024 എന്നുള്ള നമ്പർ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്. Next one, the malicious program which collects information about users and sends the data to a remote user. നമ്മൾ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻഫർമേഷൻ മുഴുവൻ കളക്ട് ചെയ്തിട്ട് അതിനെ ഒരു റിമോട്ട് യൂസറിന് അയക്കുന്ന രീതിയെ എന്ത് malicious program എന്നാണ് പറയുന്നത്. So that is called spyware. It secretly gathers user information and transmits it to external source. Next, the research which relies on data obtaining by the researcher from first-hand observations. First-hand observation, interview, questionnaire, recording from natural setting, documents and case studies is called നമുക്ക് ഒരു പെർട്ടിക്കുലർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ക്വസ്റ്റ്യനെയർ, ഒബ്സർവേഷൻ ഇതെല്ലാം യൂസ് ചെയ്ത് എന്ത് ചെയ്യാണ്, ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? സോ അതിനെ വിളിക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നാണ്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇസ് വെയർ വി യൂസ് നാച്ചുറലിസ്റ്റിക് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. Next one, Likert scale. Likert scale is an example for താഴെ പറയുന്നതിൽ ഏതിന്റെ എക്സാമ്പിൾ ആണ് Likert scale? സോ ആൻസർ ഇസ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് Likert scale. Next one, the agency in Kerala which provide advice to Ministry of Higher Education and Training on all higher educational aspects on request and promote system of quality assurance for all higher education institutions. നമ്മുടെ കേരളത്തിലെ ഒരു പെർട്ടിക്കുലർ ഏജൻസി ആണിത്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിനുള്ള ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണത്. അത് NCT അല്ല, അത് CMAT അല്ല. CMAT is where you are actually giving training to heads of institutions. UGC അല്ല. So answer is KSHEC, which is Kerala State Higher Education Council. അതാണ് പോളിസീസ് ഫോം ചെയ്യാനും സജഷൻസ് കൊടുക്കാനും ഗവൺമെന്റിന് സജഷൻസും കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ, മാസ്റ്ററി ലേണിംഗ് കോൺസെപ്റ്റ് ഇസ് ദി ആട്രിബ്യൂഷൻ ഓഫ്. മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ പറയുന്ന ആരുടെ ആട്രിബ്യൂഷൻ ആയിരുന്നു? മാസ്ലോയുടെ അല്ല. മാസ്ലോ പറഞ്ഞിരിക്കുന്നത് നീഡ്സ്, ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. സ്റ്റാൻലി ഹോൾ അല്ല. സ്റ്റാൻലി ഹോൾ അഡോളസൻസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. കാൾ റോജേഴ്സും അല്ല. കാൾ റോജേഴ്സ് എന്താണ് സംസാരിച്ചിട്ടുള്ളത്? ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ വക്താവായിരുന്നു. ബട്ട് മാസ്റ്ററി ലേണിംഗിനെ പറ്റി സംസാരിച്ച ഒരു വ്യക്തി ബെഞ്ചമിൻ ബ്ലൂം ആണ്.
Next one, which of the following does not belong to categories of idealism? ഐഡിയലിസത്തിന്റെ കാറ്റഗറിയിൽ വരാത്തതേത്? ക്ലാസിക്കൽ ഐഡിയലിസം, religious idealism, social idealism, and modern idealism. So the answer is social idealism. Social idealism is more socio-political theory and not actually a formal philosophical category under idealism. Next one, the identify the correct statements regarding Sankhya school. So Sankhya school ne പറ്റി നമ്മൾ പഠിച്ചതാണ്. Shad Darshanasiനകത്ത് വരുന്ന ഒരു സ്കൂളാണ് Sankhya school. So okay, Sankhya emphasizes the attainment of knowledge by means of concentration and meditation. അതുപോലെ Sankhya holds that it is self-knowledge that leads to liberation and not any exterior influence or agent. So the answer is both 1 and 2 are correct. കാരണം സാങ്ക്യ ഫിലോസഫി എപ്പോഴും സെൽഫ് നോളജ് ത്രൂ കണ്ടംപ്ലേഷന് വേണ്ടിയിട്ടാണ് എംഫസിസ് കൊടുത്തിരുന്നത്. അതുപോലെ ഇറ്റ് റിഗാർഡ്സ് ലിബറേഷൻ ആസ് എൻ റിസൾട്ട് ഫ്രം ഇന്റേണൽ റിയലൈസേഷൻ. Next one, to make a free man a wise, intelligent, moral, non-violent and secular man is the aim of താഴെ പറയുന്ന ഏത് ഫിലോസഫിയുടെ ഐഡിയ ആണ്? To make a man wise, intelligent, moral, non-violent, secular. So the answer is Buddhist philosophy. So whenever you see non-violence, അത് ആദ്യം എക്സസൈസ് ചെയ്തത് ബുദ്ധിസ്റ്റ് ഫിലോസഫിക്കകത്താണ്. So ethical living, wisdom, non-violence, spiritual freedom. See, ബുദ്ധിസത്തിന് മുമ്പ് വന്നൊരു ഫിലോസഫിയാണ് ജൈനിസം. ജൈനിസത്തിനകത്തും നോൺ വയലൻസ് പറയുന്നുണ്ട്, ബട്ട് സെക്യുലറിസം പറയുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ബട്ട് ഇത് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഒരുപോലെ പറയുന്ന ഒരേ ഒരു എന്താണ് philosophy that is given in your options is Buddhism. In the context of globalization, where people and its culture are becoming homogeneous, നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഗ്ലോബലൈസേഷന്റെ പാത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അമേരിക്കയിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലും കിട്ടുന്നുണ്ട്. അവിടുത്തെ കൾച്ചർ കുറേയൊക്കെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊതുവെ മൊത്തത്തിൽ വേൾഡ് ആസ് സച്ച് എന്താണ് ഒരു ഹോമോജീനിയസ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലായിടത്തും ഒരുപോലത്തെ കാര്യങ്ങൾ, ഒരുപോലത്തെ നോംസ്, ഒരുപോലത്തെ കൾച്ചർ, ഒരുപോലത്തെ ലോസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ആർ അണ്ടർഗോയിങ് ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. അപ്പം നമ്മുടെ കൾച്ചേഴ്സ് എല്ലാം ഹോമോജീനിയസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് ബോത്ത് എ ആൻഡ് ബി. വി മൂവ് ടുവേർഡ്സ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആസ് വെൽ ആസ് വി ലൂസ് കൾച്ചറൽ പ്രിസർവേഷൻ. നമ്മുടെ സ്വന്തം കൾച്ചറിന്റെ ആ ഒരു യുണീക്നെസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. നെക്സ്റ്റ് വൺ, ഇൻ മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കിയൽ നീഡ്സ്, ഈ പറയുന്നവയിൽ മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കിയൽ നീഡ്സിന്റെ ഓർഡറിൽ ഏതിനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മാസ്ലോയുടെ എന്താണ് ഹൈറാർക്കി വരുമ്പോഴത്തേക്ക് താഴെ എന്ന് പറയുന്നത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതിൽ നിന്നാണ് മുകളിലോട്ട് നമ്മൾ ഗ്രോത്ത് നീഡ്സിലോട്ട് പോകുന്നത്. സോ ദ ആൻസർ ഇസ് നീഡ് ഫോർ ഫുഡ് വിച്ച് ഇസ് എ ഫിസിയോളജിക്കൽ നീഡ്, ഹാവിങ് എ ഫ്രണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി, അക്കംപ്ലിഷ്മെന്റ് ആൻഡ് ഫൈനലി സെൽഫ് ഫുൾഫിൽമെന്റ് ആണ്. സോ ഈ മാസ്ലോയുടെ ഹൈറാർക്കിയുടെ നമ്മുടെ ഹൈറാർക്കിയൽ കോൺ നന്നായിട്ട് ഓർത്ത് വെക്കുക. താഴെ ഫിസിയോളജിക്കൽ നീഡ്സ്, ദെൻ സേഫ്റ്റി നീഡ്സ്, ദെൻ ബീയിങ് ലവ്ഡ്, then self-esteem, അവിടെയാണ് ഈ സ്റ്റെബിലിറ്റി വരുന്നത്. then accomplishment might come in also esteem needs, then cognitive needs ഉണ്ട്, aesthetic needs ഉണ്ട്, finally self actualization and transcendentalness ആണ്. അതിൽ ആ താഴത്തെ 4 esteem needs, being loved, safety needs and physiological needs comes under deficiency needs, whereas transcendentalness, self actualization, aesthetic needs and cognitive needs come under growth needs. So thank you. That's it from my side for today. I hope this particular video helped you in your preparation. If there is anything you would like me to add more to the videos, please comment below or write to me personally in this particular email ID. So that is it from my side for today. There are a couple of number of videos more to come. So